വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ PYQ റിവിഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ആദ്യ ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. അതൊന്ന് കാണാൻ മാക്സിമം ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ PYQൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പം 2025 നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അബ്കാരി നിയമപ്രകാരം, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അബ്കാരി നിയമപ്രകാരം മദ്യം ഉപയോഗിക്കുന്നതിന് കുറ്റകരമല്ല, എത്ര വയസ്സ് മുതൽ മദ്യം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അബ്കാരി നിയമപ്രകാരം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്നാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. അബ്കാരി നിയമപ്രകാരം 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗത്തുനിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 82ാമത്തെ ക്വസ്റ്റ്യൻ. ENAയുടെ പൂർണ്ണനാമം എന്ത്? ENAയുടെ പൂർണ്ണനാമം. അപ്പോൾ ENA എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിരിക്കണം. ENAയുടെ പൂർണ്ണനാമം എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് കേട്ടോ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ENAയുടെ പൂർണ്ണനാമമായിട്ടിരുന്നത്. അപ്പോൾ എന്താണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്? അഥവാ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ ENA എന്ന് പറയുന്നത് ശുദ്ധമായ മദ്യത്തെ പറയുന്ന പേരാണ്. ശുദ്ധമായ മദ്യം, അതുപോലെ തന്നെ നിഷ്പക്ഷ മദ്യം എന്നൊക്കെ അറിയപ്പെടുന്നത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ്. ശുദ്ധമായ മദ്യം, നിഷ്പക്ഷ മദ്യമാണ്. അതായത് ഇതിനകത്ത് ഈ ഒരു എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൽ 96% മുതൽ 99% വരെ ആൽക്കഹോൾ ആയിരിക്കും ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് പ്രത്യേക മണമോ രുചിയോ നിറമോ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ മദ്യ വ്യവസായത്തിലെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. അപ്പോൾ NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് വായിച്ചു പോവാം. കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നതിന് ഒരു വ്യക്തിക്ക് 18 വയസ്സ് തികയണം. തെറ്റല്ലേ? അതുപോലെ തന്നെ കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നതിന് ഒരു വ്യക്തിക്ക് 21 വയസ്സ് തികയണം. തെറ്റല്ലേ? തെറ്റാണ്. കേരളത്തിൽ ആർക്കും കഞ്ചാവ് കൈവശം വെക്കാമോ? പറ്റത്തില്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ എന്താണ്? NDPS നിയമപ്രകാരം കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് എന്താണ്? കുറ്റകരമാണ്. കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഗേജിംഗ് എന്നത് എന്താണെന്നാണ്. ഗേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനെയാണ് ഗേജിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഗേജിംഗ് എന്ന് പറയുന്നതിൻ്റെ മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ അളവ് നോക്കുക എന്നാണ്. അളവ് നോക്കുക എന്നാണ്. അപ്പോൾ നമ്മളിവിടെ മദ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഡിസ്റ്റിലറികളിലൊക്കെ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളല്ലേ, അവയുടെയൊക്കെ ആ പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനെയാണ് ഇവിടുത്തെ ഗേജിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനെയാണ് ഗേജിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥന് നൽകണം. ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് NDPS നിയമപ്രകാരം നമ്മളൊരു മയക്കുമരുന്ന് കടത്തുന്ന ഒരാളെ പിടിച്ചു, മയക്കുമരുന്നോടുകൂടി അദ്ദേഹത്തെ പിടിച്ചു. പക്ഷേ അന്നേരം നമുക്ക് മജിസ്ട്രേറ്റോ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലില്ല. അവരില്ലാതെ, ഈ മജിസ്ട്രേറ്റോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ആളെ ദേഹപരിശോധന നടത്തുകയാണ്. അയാളെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുകളിലുള്ള, അതായത് സുപ്പീരിയർ ഓഫീസർക്ക് നൽകണമെന്ന്. ആ ദേഹപരിശോധന നടത്തിയ റിപ്പോർട്ട് എത്ര മണിക്കൂറിനുള്ളിൽ നൽകണമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഓപ്ഷൻ ബി. നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതായത് 72 മണിക്കൂറിനുള്ളിലാണ് ആ റിപ്പോർട്ട് നൽകേണ്ടത്. പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ദേഹപരിശോധന നടത്തി, അതായത് മെഡിക്കൽ എടുത്തതിൻ്റെ റിപ്പോർട്ട് എത്രയാണ്? 72 മണിക്കൂറിനുള്ളിലാണ് മേലുദ്യോഗസ്ഥന് നൽകേണ്ടത് കേട്ടോ. 72 മണിക്കൂർ. പഠിച്ചു വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ
അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം? അപ്പോൾ എന്താണ് അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം? നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എന്താണ് അബ്കാരി നിയമപ്രകാരം എന്താണ്, നമുക്ക് ചാരായം നിരോധിച്ചൊരു സാധനമല്ലേ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആൻസർ. ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ ഈ ചാരായം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിനിമകളിലൊക്കെ എന്താണ് വാറ്റിയല്ലേ നമ്മൾ ചാരായം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ വാറ്റൊക്കെ നടക്കുമ്പോൾ പോലീസും എക്സൈസുകാരും ഒക്കെ വന്ന് റെയ്ഡ് ചെയ്തൊക്കെ പിടിക്കുന്നതൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഇവിടെ ചാരായം നിരോധിച്ചൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എന്താണെന്ന്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കാം. സർക്കാർ അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും മദ്യക്കുപ്പി വാങ്ങി സമ്മാനമായി നൽകുന്നത് കുറ്റകരമല്ല. അതുപോലെ തന്നെ ഏതു മദ്യവും സമ്മാനമായി നൽകാം. അപ്പോൾ അതിന് ശരിയായിട്ടുള്ള ആൻസർ നമുക്ക് നോക്കാം. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല, അത് ശരിയാണ്. അതുപോലെ തന്നെ മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്താണ് ഒരാൾക്കൊരു മദ്യം സമ്മാനമായിട്ടൊരു ഫംഗ്ഷന്, അതായത് ജന്മദിനം പോലെ എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല എന്നാണ് അബ്കാരി നിയമപ്രകാരം പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ വേണമെങ്കിൽ ആ ഗിഫ്റ്റ് സ്വീകരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. അതായത് മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസ് എടുക്കാം. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3, 4 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകളായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നോക്കണേ. അടുത്ത ചോദ്യം കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധി ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു സമാധി ദിനം, മഹാത്മാഗാന്ധി ചരമദിനം. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസങ്ങളാണ്. അപ്പം മഹാത്മാഗാന്ധി ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു സമാധി ദിനം, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ചരമദിനം. അതുകൂടാതെ തന്നെ വേറെ ദിവസങ്ങളുണ്ട്. അതായത് വേറെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ഇംഗ്ലീഷ് മാസത്തിൻ്റെയും 1-ാം തീയതിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് മേഖലകളിലും പോളിംഗ് ദിനത്തിലും പോളിംഗിൻ്റെ തലേ ദിവസം അതായത് 48 മണിക്കൂർ മദ്യനിരോധനമുണ്ട്. അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസവും മദ്യഷോപ്പുകൾ അടച്ചിടും. അതുപോലെ തന്നെ ദുഃഖ വെള്ളിയാഴ്ച, അതുപോലെ തന്നെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനത്തിലും ഈ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസങ്ങളാണ് കേട്ടോ. ക്ലിയർ ആണ്? അപ്പോൾ അതൊന്ന് ഡേയ്സ് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി നമ്മുടെ മുമ്പിൽ ഇനി നമുക്ക് അതായത് ഒരു നിരവധി പരീക്ഷകളാണ് വരുന്നത്. ആ പരീക്ഷകൾക്കായിട്ട് വേണ്ടി നമ്മൾ ടെലഗ്രാമിലൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി നമുക്ക് വരുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ബെവറേജ് LDC, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഡിഗ്രി ലെവൽ എക്സാംസ്, നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ഡെയിലിയാണ് 7:30 മുതൽ 8:30 വരെ 1 hour ലൈവ് സെക്ഷൻ ആയിരിക്കും വരുന്നത്. ഈ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ എടുക്കുന്ന ക്ലാസ്സിൻ്റെ എല്ലാം PDF നോട്ട്സ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വെറും 200 രൂപ മാത്രമേ കോഴ്സിൻ്റെ ഫീ ആയിട്ട് വരുന്നുള്ളൂ. 6 മാസമാണ് കോഴ്സിൻ്റെ വാലിഡിറ്റി. വെറും 200 രൂപ മാത്രമേ കോഴ്സിൻ്റെ ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു ബാച്ച് തന്നെയായിരിക്കും. നമ്മൾ ഇതിനു മുമ്പും കോഴ്സുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും. വെറും 200 രൂപ കൊടുത്ത് ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. വളരെ നമ്മൾ ട്രിക്കും അതുപോലെ തന്നെ ട്രിപ്സൊക്കെ വെച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് PDF നോട്ട്സ്, അതുപോലെ തന്നെ നമുക്ക് ലൈവ് ഇൻട്രാക്ട് ചെയ്ത് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ഇനി വരുന്ന ഒരു പരീക്ഷയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ് ടു ഡെയിലി നമുക്കൊന്ന് പഠിച്ചു പോകാം. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ വെറും 200 രൂപ മാത്രമേ നമ്മുടെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക. ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ബാച്ച് ആയിരിക്കും. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ ഡിസ്റ്റിലറികളിൽ, അപ്പോൾ നോട്ട് ചെയ്യണേ, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ബ്ലെൻഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബ്ലെൻഡിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതെന്താണ്? ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നതാണ് ബ്ലെൻഡിങ്. അപ്പോൾ എന്താണ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കലർത്തൽ എന്നാണ് മലയാള അർത്ഥം. ഈ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ കലർത്തൽ എന്നാണ്. നമുക്കറിയാമല്ലോ, രണ്ട് സാധനങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കലർത്തുക എന്നല്ലേ. അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കലർത്തലാണ്. അതായത് ഒരേ വീര്യമുള്ളതോ വീര്യത്തിൽ വ്യത്യാസമുള്ളതോ ആയ രണ്ട് തരം സ്പിരിറ്റിനെ ചേർക്കുന്നതിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്? ഒരേ വീര്യമുള്ളതോ വീര്യത്തിൽ വ്യത്യാസമുള്ളതോ ആയ രണ്ട് തരം സ്പിരിറ്റിനെ ചേർക്കുന്നതിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ അങ്ങ് പഠിച്ചു പോകാം. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാലും കൂട്ടിച്ചേർക്കൽ എന്നാണ്. അപ്പോൾ ബ്ലെൻഡിങ് കലർത്തലാണെങ്കിൽ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണ്. അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ കൃത്രിമമായ ഫ്ലേവറോ നിറമോ ചേർക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് കോമ്പൗണ്ടിങ് അഥവാ കൂട്ടിച്ചേർക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ കൃത്രിമമായി ഫ്ലേവറോ നിറമോ ചേർക്കുന്നത്. അപ്പം സ്പിരിറ്റിൽ എന്താണ്? കൃത്രിമമായി ഫ്ലേവറോ നിറമോ ഒക്കെ ചേർക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് അഥവാ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നത്. അപ്പം കമ്മീഷണറുടെ അനുമതി ഇല്ലാതെ നിറമോ ഫ്ലേവറോ സ്പിരിറ്റിൽ ചേർക്കാൻ പാടില്ല കേട്ടോ. അത് വേറൊരു ടോപ്പിക്കാണ്. കമ്മീഷണറുടെ അനുമതിയില്ലാത്ത നിറമോ അതായത് കമ്മീഷണറുടെ അനുമതി ഇല്ലാത്ത നിറമോ ഫ്ലേവറോ സ്പിരിറ്റിൽ ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിറമും ഫ്ലേവറും ഒക്കെ സ്പിരിറ്റിൽ ചേർക്കുന്നതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റെഡ്യൂസിങ് എന്താണെന്ന് നോക്കാം. ഈ റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കലാണ്. റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താണ്? കുറയ്ക്കുക എന്നല്ലേ അർത്ഥം. അതായത് ലഘൂകരിക്കൽ. അപ്പം റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മീനിങ് നോക്കാം. അതായത് സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതിനെ പറയുന്ന പേരാണ് റെഡ്യൂസിങ് കേട്ടോ. സ്പിരിറ്റിനെ ജലവുമായി, നോട്ട് ചെയ്തോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതിനെ റെഡ്യൂസിങ് എന്ന് പറയുന്നു. അതായത് ആവശ്യമായ അളവിൽ ജലം ചേർത്ത ശേഷം ഈ മിശ്രിതം നന്നായി യോജിപ്പിക്കുകയും കുറച്ചു നേരം നിശ്ചലാവസ്ഥയിൽ വെച്ചിരിക്കുകയും അതിനുശേഷം അളവ് തിട്ടപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇതാണ് വരുന്നത്. അപ്പം ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ്യൂസിങ് അഥവാ ലഘൂകരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതിനെയാണ് റെഡ്യൂസിങ് എന്ന് പറയുന്നത്. ഇനി ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലപ്പെടുത്തലാണ് കേട്ടോ. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തലാണ്. അതായത് ഫോർട്ടിഫിക്കേഷന് ഉപയോഗിക്കുന്ന ഗാഢ സ്പിരിറ്റിൻ്റെ ഡ്യൂട്ടിയും താരിഫ് ചാർജും, അതായത് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തൽ. നമുക്ക് ബലപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നേർത്ത സ്പിരിറ്റിനെ ബലപ്പെടുത്താൻ ചേർക്കുന്ന ഗാഢ സ്പിരിറ്റിൻ്റെ അളവ് എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. അപ്പോൾ എന്താണ്? നമുക്ക് ഒരു നേർത്ത സ്പിരിറ്റിനെയൊക്കെ എന്താണ്? ലൈറ്റ് സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത്. നേർത്ത സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്പിരിറ്റാണ്. അതിനെയൊക്കെ ബലപ്പെടുത്താൻ ഒരു ഗാഢ സ്പിരിറ്റ് വെച്ച് ബലപ്പെടുത്തുന്നതിനെയാണ് എന്താണ്? ഫോർട്ടിഫിക്കേഷൻ അഥവാ ബലപ്പെടുത്തൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയൊന്ന് ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണെന്നാണ്. അപ്പോൾ എന്താണ്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസ് ആയിട്ടുള്ള FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 50,000 രൂപയാണ് കേട്ടോ. 50,000 രൂപയാണ് FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസായിട്ട് വരുന്നത്. അതായത് എന്താണ് FL6 ലൈസൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് FL6 ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ലൈസൻസ് ആണ്. അതായത് നമ്മുടെ വീടുകളിലോ ഹാളുകളിലോ അതുപോലെ തന്നെ ക്ലബ്ബുകളിലോ ആഘോഷങ്ങൾക്കൊക്കെ മദ്യം വിളമ്പാൻ വേണ്ട ലൈസൻസ് ആണ് ഈ ഒരു FL6 ലൈസൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ FL6 ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീടുകളിലോ ഹാളുകളിലോ ക്ലബ്ബുകളിലോ ആഘോഷങ്ങൾക്ക് മദ്യം വിളമ്പാൻ വേണ്ടുന്ന ലൈസൻസ് ആണ് FL6 ലൈസൻസ്. അതുപോലെ തന്നെ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? 50,000 രൂപ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജീൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 35
അപ്പർ പ്രഷറാണ്. UP എന്ന് പറഞ്ഞാൽ അപ്പർ പ്രഷർ എന്നാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായിട്ടുള്ള ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം എത്രയാണ്? 35 UP അഥവാ 35 അപ്പർ പ്രഷറാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന അതായത് ഹോൾസെയിലായി നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണെന്നാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അതായത് കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന അതായത് ഹോൾസെയിൽ നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ് ലൈസൻസ്? FL9 ലൈസൻസ് ആണ് കേട്ടോ. FL9 ലൈസൻസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേരളത്തിൽ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? FL9 ലൈസൻസ് കേട്ടോ. FL9 ലൈസൻസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ലൈസൻസ് എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. FL1 ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെവ്കോ സിവിൽ സപ്ലൈസ് അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് എന്നിവയിലൊക്കെ മദ്യം വിതരണം ചെയ്യാനുള്ള ലൈസൻസ് ആണ് FL1 ലൈസൻസ് എന്ന് പറയുന്നത്. ബെവ്കോ സിവിൽ സപ്ലൈസ് അതുപോലെ തന്നെ കേരള കോർപ്പറേഷൻ കൺസ്യൂമർ കോർപ്പറേഷൻ കോർപ്പറേഷൻ കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിലൊക്കെ ഇല്ലേ, അവിടെയൊക്കെ മദ്യം വിതരണം ചെയ്യാനും വിൽക്കാനും ഒക്കെ ഉള്ള ലൈസൻസ് ആണ് FL1 ലൈസൻസ്. ബെവ്കോ എന്നൊക്കെ ആലോചിച്ചാൽ മതി. അടുത്തത് FL3 ലൈസൻസ്. FL3 ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകൾ ബാർ ലൈസൻസ് കേട്ടോ. അപ്പോൾ ഹോട്ടലുകൾക്കൊക്കെ ഇല്ലേ, നമ്മുടെ ഹോട്ടലുകൾക്കൊക്കെ ബാർ ലൈസൻസ് നൽകുന്നതിനാണ് FL3 ലൈസൻസ് എന്ന് പറഞ്ഞത്. പിന്നെ ഇനി FL11 ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയർ വൈൻ പാർലറുകളിലൊക്കെ ഈ ബിയറും വൈനും ഒക്കെ അവർക്ക് നൽകുന്ന ലൈസൻസ് ആണ്. അതായത് ബിയർ വൈൻ പാർലറുകൾക്ക് നൽകുന്ന ലൈസൻസ് ആണ് FL11 ലൈസൻസ്. FL11 ലൈസൻസ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം കോട്ട്പ ആക്ടിലെ ഏതു വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോൾ കോട്ട്പ ആക്ടിലെ ഏതു വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഓപ്ഷൻ സി ആണ് കേട്ടോ. വകുപ്പ് 4 ആണ് കേട്ടോ. വകുപ്പ് 4 കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം. ഓപ്ഷൻ സി വകുപ്പ് 4 പുകവലിക്കുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? വകുപ്പ് 4 കേട്ടോ. വകുപ്പ് 4 പ്രകാരം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ വകുപ്പ് 4 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്ഷൻ 4 പ്രകാരം പൊതുസ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ പൊതുസ്ഥലങ്ങളുടെ കാര്യം ഞാനൊന്ന് പറയാം. അതായത് പൊതുസ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, റെസ്റ്റോറൻറ്റുകൾ, പബ്ലിക് ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ആശുപത്രികൾ, കോടതികൾ, ഓഡിറ്റോറിയങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, പൊതുഗതാഗതം എന്നിവയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ കോട്ട്പ ആക്ട് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഏത് വകുപ്പാണ്? വകുപ്പ് 4 കേട്ടോ. വകുപ്പ് 4. അതുപോലെ തന്നെ ഈ ഒരു പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ പുകവലിച്ചു കഴിഞ്ഞാൽ പിഴ 200 രൂപയാണ് കേട്ടോ. പിഴ 200 രൂപയാണ്. അപ്പോൾ ബാക്കിയുള്ള സെക്ഷൻസൂടെ നമുക്ക് ഓപ്ഷനിലെ സെക്ഷൻസൂടെ ഒന്ന് പഠിച്ചു പോവാം. അത് വകുപ്പ് 6 എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് സിഗരറ്റോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിനുള്ള നിരോധനമാണ് കേട്ടോ. അപ്പോൾ വകുപ്പ് 6 എന്താണ്? വകുപ്പ് 6 എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളവർക്ക് സിഗരറ്റോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിനുള്ള നിരോധനമാണ് വകുപ്പ് 6 വരുന്നത്. അടുത്തത് വകുപ്പ് 7 ആണ്. വകുപ്പ് 7 എന്ന് പറഞ്ഞാൽ സിഗരറ്റിൻ്റെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയിലുള്ള നിയന്ത്രണമാണ് വകുപ്പ് 7 പ്രകാരം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 100 യാർഡ് കേട്ടോ. ഒന്നുകൂടെ പറയാം. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 100 യാർഡ് കേട്ടോ. 100 യാർഡ് 100 യാർഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്.
18 വയസ്സാണ് കേട്ടോ, 18 വയസ്സാണ്. അപ്പോൾ മദ്യം വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നതിനും എത്രയാണ്? 23 വയസ്സാണ് അബ്കാരി ആക്ട് പ്രകാരം. ഇവിടെ കോട്ട്പ ആക്ട് പ്രകാരം ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ് 18 വയസ്സ് കേട്ടോ, 18 വയസ്സ്. പുകയിലയാകുമ്പോൾ 18 വയസ്സാണ്. നോട്ട് ചെയ്ത്, രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആയ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആയിരിക്കും. അപ്പോൾ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരായിരിക്കും? ആൻസർ ഓപ്ഷൻ എ, മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ. ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ, മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? അപ്പോൾ വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പറാണ് ഓപ്ഷൻ സി. ഏതാണ്? 144 05 കേട്ടോ. അതായത് 14405, 14405, 14405 ആണ് വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിങ്ങിനുള്ള ടോൾ ഫ്രീ നമ്പർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷൻ ആയ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? അപ്പോൾ വിമുക്തി മിഷൻ എന്നാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 2016 വിമുക്തി മിഷൻ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയും പ്രസിദ്ധീകരിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണെന്നാണ്. അപ്പം ഇത് ഏത് സെക്ഷനാണ്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 2000 IT ആക്ട് പ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ. അപ്പോൾ ശിക്ഷ ഏതാണ്? സെക്ഷൻ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ പെട്ടെന്ന് കിട്ടും. അപ്പോൾ സെക്ഷൻ ഏതാണ്? IT ആക്ട് സെക്ഷൻ 66E ആണ്. അതായത് വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ എന്താണ്? വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ എ ആണ്. 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അതോ രണ്ടും കൂടിയോട്ടുള്ളൊരു ശിക്ഷയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം പഠിച്ചു നോക്കുക. സെക്ഷൻ 66E ആണ് ഇവിടെ വരുന്നത്. വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്നതിനാണ്. അതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യായമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? അപ്പോൾ ഇവിടെ എന്താണ്? മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അങ്ങനെ എന്തെങ്കിലും അപ്പോൾ അതിൽ വരുന്ന സെക്ഷൻ ഏതാണ്? ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലേ വരുന്നത്? അപ്പോൾ ഏതാണ്? സെക്ഷൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഐഡന്റിറ്റി തെഫ്റ്റിനുള്ള സെക്ഷൻ 66C ശിക്ഷ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കാവുന്ന ശിക്ഷയായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ PYQ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അതിൻ്റെ ഡിസ്കഷനും നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പം ഇനിയും PYQ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരുന്നതാണ്. PYQ റിവിഷൻ ക്ലാസ്സസുമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. 7ാം തീയതി പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാം അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. കറണ്ട് അഫയേഴ്സും സ്പെഷ്യൽ ടോപ്പിക്സിനുമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം ചാനൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനിയും PYQ ക്ലാസ്സസും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ റെക്കമെൻഡേഷൻ പോകുന്നതാണ്. അപ്പോൾ മാക്സിമം ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചാനൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ ക്ലാസ്സസ് വരുന്നതാണ്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.